ശുഭമാർഗപ്രണയധാരം പ്രണതോസ്മിം സദാശിവ. സമാധരണീയ ഭക്തസജ്ജന മാനസങ്ങൾക്ക് പ്രണാമം. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്ന് എന്ന പ്രസിദ്ധിയാർജിച്ച ശ്രീ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര സന്നിധാനം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണം ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഉദ്യോഗജനകമായ മാനസിക അവസ്ഥയോടുകൂടി നിറഞ്ഞ ഈ പുരുഷാരത്തിന് നടുവിലൂടെ ഒരു തിടമ്പിൽ ഭഗവാൻ ശ്രീ ഏറ്റുമാനൂരപ്പൻ എന്ന പരമമായ ഈശ്വരൻ എഴുന്നള്ളുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ 14 ലോകങ്ങളും അത്യധികം ആധ്യാത്മികത കലർന്ന മാനസിക തലത്തിൽ നിന്നുകൊണ്ട് വളരെയധികം ആത്മീയമായ ഉണർവിൻ്റെ ഉദാത്തമായ ഭാവത്തിലുള്ള ഭക്തിയെ സ്ഫുരിക്കുന്ന പ്രതലം സൃഷ്ടിച്ചുകൊണ്ടിറങ്ങി വരുന്ന ഭഗവാന്റെ തിടമ്പിലെ സനാതനത്വ സ്വരൂപത്തെ ദർശിക്കുവാനുള്ള കാത്തിരിപ്പാണ്. പഞ്ചാക്ഷരി മന്ത്രം ഓരോ മനോമുകുരങ്ങളിൽ നിന്നും ഉണർന്നു വരികയാണ് ഷഡാധാരങ്ങളിലൂടെ. മൂലാധാരത്തിൽ നിന്നും സ്വാധിഷ്ഠാനത്തിലേക്കും മണിപൂരകത്തിലേക്കും അനാഹതത്തിലൂടെ വിശുദ്ധിയിലേക്കും പിന്നെ ആത്മീയയിലേക്കും നീളുന്ന സഹസ്രാര പത്മത്തിലെത്തി വിലാസം പ്രാപിക്കുന്ന ശിവത്വം, ആ ശിവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന അതിപ്രധാനമായ ഘട്ടമാണ് ഇവിടെ. ആ പ്രണവ സ്വരൂപത്തെ ദർശിക്കുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഭഗവാൻ 7:30 പൊന്നാനപ്പുറത്തേക്ക് എഴുന്നള്ളുകയാണ്. അടിസ്ഥാനപരമായ ശ്രീലകത്തിൽ നിന്നും ആസ്ഥാന മണ്ഡപത്തിലേക്കുള്ള ഈ ഒരു പ്രയാണം ഓരോ മനുഷ്യ ജീവിതത്തിലേക്കും സന്ദേശാത്മകമായി എത്തിച്ചേരുകയാണ്. ഈ മഹാക്ഷേത്രത്തിൽ നിത്യസാന്നിധ്യം കൊള്ളുന്ന ശ്രീ ധർമ്മശാസ്താവിന്റെ ചൈതന്യവും അതുപോലെ തന്നെ ദേവി ശ്രീ പുണ്യയക്ഷിയമ്മയുടെ സാന്നിധ്യവും ശരവമൂർത്തിയായി അവതാരം കൈക്കൊള്ളുന്ന ശ്രീ പരമേശ്വരന്റെ കഥയും അതുപോലെ തന്നെ നരസിംഹമൂർത്തി ഭാവത്തിൽ നിന്നും ബാലഗോപാലമൂർത്തി ഭാവത്തിലേക്ക് പരിണമിച്ച വൈഷ്ണവ സ്വരൂപത്തിന്റെ കഥയുമൊക്കെ സങ്കലനം കൊള്ളുന്ന ഈ സന്നിധാനം ഹരിഹര സങ്കേതമാണ് എന്നതിന് നേർസാക്ഷ്യമാണ് ഈ പുരുഷാരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അനവധി ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യം കൊണ്ട് ഒരു ഭക്തപ്രവാഹം തന്നെ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. അത്യധികം ധന്യവും പവിത്രവുമായ വേളയിലേക്ക് കടക്കുകയാണ്. അർദ്ധരാത്രിയിലേക്ക് എത്തുമ്പോൾ പകലും രാത്രിയും ഒന്നായി തീരുന്ന ഒരു വേള പോലെ ശുഭകരമായ പകലും രാത്രിയിൽ നിന്നും പകലിലേക്കും പകൽ വന്ന് രാത്രിയിലേക്ക് കലർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്കുമൊക്കെയുള്ള അതിധന്യവും പവിത്രവുമായ മുഹൂർത്തം ഇപ്പോൾ ഭഗവാൻ ശ്രീ ഏറ്റുമാനൂരപ്പൻ എന്ന ശരഭമൂർത്തിയും അർദ്ധനാരീശ്വരനും അതുപോലെ തന്നെ അഘോരമൂർത്തിയുമൊക്കെയായി ഓരോ ചിത്തത്തിലും വസിക്കുന്ന ചിത് സ്വരൂപനായ സച്ചിദാനന്ദമൂർത്തി സദാനന്ദനായ മഹാദേവൻ ശ്രീലകത്തു നിന്നും തിടമ്പിൽ ഭക്തസജ്ജനങ്ങളുടെ മനോമുകുരത്തിലേക്ക് ശവം ചെയ്യുന്ന അത്യധികം ധന്യവും പവിത്രവുമായ വേളയാണ് 7:30 പൊന്നാന ദർശനത്തിന് വഴിയൊരുക്കുന്ന ഭഗവാന്റെ എഴുന്നള്ളത്ത്. ആ എഴുന്നള്ളത്തുന്ന മഹനീയവും ഉത്കൃഷ്ടവും ഉജ്ജ്വലവുമായ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. 8ാമത്തെ ദിവസം അത് 9ാമത്തെ ദിവസത്തിലേക്ക് പദമൂന്നുന്ന നിമിഷം
ഭഗവാൻ ആസ്ഥാന മണ്ഡപത്തിൽ ആസനസ്ഥനായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആസ്ഥാന മണ്ഡപത്തിലേക്കുള്ള ഭഗവാന്റെ സഞ്ചരണമാണ് നമ്മളിപ്പോൾ ദർശിക്കുന്നത്. ഇത് മഹത്തായ ഒരു ജീവിത സന്ദേശത്തെയാണ് നമുക്ക് നൽകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ചരിതമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ ഭഗവാൻ നിത്യസാന്നിധ്യം കൊള്ളുന്നതിന്റെ പിന്നിലെ ഐതിഹ്യപ്പെരുമയും ആ ഐതിഹ്യത്തിൽ ഊന്നിയുള്ള വിശ്വാസവും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തി കുടുംബ സമൂഹ ജീവിതവുമൊക്കെ ഈ ക്ഷേത്രവുമായി അത്യധികം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഭഗവാൻ ആസ്ഥാന മണ്ഡപത്തിൽ വന്ന് 7 പൊന്നാനകൾക്ക് നടുവിൽ ഇടംബലം 4 ആനകൾ അകമ്പടി സേവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ഭഗവാൻ ദർശിക്കും. ഈ ഒരു ശിവദർശനം അഥവാ ഈ പവിത്രമായൊരു ദേവദർശനമാണ് ഈ ഏറ്റുമാനൂരപ്പന്റെ അഥവാ ഏറ്റുമാനൂരപ്പന്റെ തിരുവുത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഘടകം. തിരുവിതാംകൂർ എന്ന തെക്കൻ രാജ്യം ഉറവിടം കൊള്ളുന്ന ആ സന്ദർഭത്തിൽ അതിന്റെ സ്ഥാപകനായ മഹാരാജാവ് നേർന്ന ഒരു വഴിപാടാണ് 7 പൊന്നാന. ധർമ്മരാജാവ് എന്ന ഏറ്റവും പ്രശസ്തനായ തിരുവിതാംകൂറിന്റെ എക്കാലത്തെയും ചരിത്രത്തിൽ ഇടം പിടിച്ച ധർമ്മരാജാവാണ് അത് ഭഗവാന് ഇവിടെ സമർപ്പിച്ചത്. 2 അടി ഉയരത്തിലുള്ള തേക്കിൻ തടിയിൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ 7 2 അടി ഉയരത്തിലുള്ള ആനകളും 1 അടി ഉയരത്തിലുള്ള മറ്റൊരു ആനയും, അപ്രകാരത്തിൽ 8 ആനകളുടെ വിഗ്രഹം, അത് 7 പൊന്നാന എന്ന പേരിൽ അറിയപ്പെടുന്നു. 1700-ാം ആണ്ട് കാലഘട്ടത്തിൽ വൈക്കത്തേക്കുള്ള യാത്രയിൽ അല്പം വിശ്രമത്തിനായി രാജാവും പരിവാരങ്ങളും ഏറ്റുമാനൂർ വന്ന് പടിഞ്ഞാറെ മുഖമണ്ഡപത്തിൽ വിശ്രമിക്കവേ ക്ഷീണം തീർത്ത് രാജാവും പരിവാരങ്ങളും മടങ്ങാൻ നേരം 7 പൊന്നാനകളുടെ പുറത്ത് പണം പിടർത്തിയാടുന്ന ഉഗ്ര സർപ്പങ്ങളെയാണ് ദർശിക്കുന്നത്. അത്ഭുത സ്തബ്ധരായി പോയ രാജാവും പരിവാരങ്ങളും അല്പനേരം ഒന്ന് പകച്ചെങ്കിലും കാരണമറിയാൻ പ്രശ്നം വെച്ച് നോക്കവേ ഏറ്റവും ഉത്തമമായ സ്ഥലത്താണ് 7 പൊന്നാനകൾ എത്തിയിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞതുകൊണ്ട് അത് ഭഗവാന് തന്നെ സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 7 പൊന്നാന എന്ന അത്യധികം ശ്രേഷ്ഠമായ അകമ്പടി വാഹനം, ഭഗവാന്റെ ഏറ്റുമാനൂരപ്പന്റെ വാഹനം എന്ന രീതിയിൽ തന്നെ ഈ 7 പൊന്നാനകളെ നമുക്ക് വിലയിരുത്താം. ആ 7 പൊന്നാനകൾ അങ്ങനെ ഭഗവാന്റെ സ്വന്തമായി. ഇപ്പോൾ ദൃശ്യത്തിൽ നമുക്ക് കാണാം ആദി വേദാന്ത പൊരുളായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ത്രിമൂർത്തി ഭാവങ്ങളിൽ സംഹാരത്തിന്റെ അധിപനും ലയനത്തിന്റെ അധിപനും സർവമംഗളങ്ങളുടെയും നിത്യശാന്തതയുടെയും പ്രതീകവുമായ ഭഗവാൻ ശ്രീ മഹാദേവൻ എന്ന പരമേശ്വരൻ ഇതാ തിടമ്പിൽ എഴുന്നള്ളി ആസ്ഥാന മണ്ഡപത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഭഗവാൻ അവിടെ ഉപവിഷ്ടനായി സർവാഭരണ വിഭൂഷിതനായി മന്ദസ്മിതം തൂകി ജനസഹസ്രങ്ങളെ, ഭക്തജന മനസ്സുകളെ ദർശിക്കുന്നതിനായി അല്പസമയത്തിനകം ആസ്ഥാന മണ്ഡപത്തിന്റെ പ്രധാന വാതിലുകൾ നമുക്കായി അഥവാ പ്രേക്ഷകർക്കായി, ഭക്തജനങ്ങൾക്കായി തുറക്കും. അപ്രകാരത്തിൽ ദേവചൈതന്യത്തിന്റെ ദർശനം കൊണ്ട് സർവ ദോഷ ദുരിതാദി മാരണങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞ് ശരഭമൂർത്തിയുടെയും അഘോരമൂർത്തിയുടെയും അർദ്ധനാരീശ്വരന്റെയും ഒക്കെ ഭാവതലങ്ങൾ ഓരോ കൃത്തടങ്ങളെയും തൊട്ട് ഉണർത്തുമ്പോൾ
അനാദിയും അനന്തവുമായ കാലത്തിന്റെ കൽപ്പനകൾക്ക് അതീതമായി നിലകൊണ്ടിടുന്ന പരമാത്മസ്വരൂപമായ ശ്രീ മഹാദേവന്റെ നിത്യസാന്നിധ്യം വിളങ്ങിയിടുന്ന ഈ ക്ഷേത്രം ഉത്സവത്തിന്റെ നിറവിൽ വളരെ അധികം ആവേശോജ്വലമായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് കാണിക്ക അർപ്പിച്ചുകൊണ്ടുള്ള ദർശനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഐതിഹ്യങ്ങൾ പലതായി പറയുന്നുണ്ടെങ്കിൽ പോലും മഹാദേവന്റെ ക്ഷേത്ര കാലപ്പഴക്കം ഏകദേശം 1000-ത്തിനപ്പുറത്തേക്ക് കടക്കുന്നു. എന്നാൽ അതിന് ആധാരമായ രേഖകളുടെ അഭാവങ്ങൾ കൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ഊഹത്തിൽ മാത്രം പറയാവുന്നതാണ്. എന്നിരുന്നാൽ പോലും 927 മുതൽ തിരുവിതാംകൂറിന്റെ അധീനതയിലാവുകയും ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിൽ ക്ഷേത്രം വരികയും ചെയ്യുന്നതോടുകൂടിയാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം എന്ന മഹാദേവ ക്ഷേത്രം പ്രശസ്തിയുടെ പടവുകളിലേക്ക് പ്രവേശിക്കുന്നത്. ഓരോ ക്ഷേത്രവും ഓരോ ഗാത്ര സമാനമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സംവിധാനങ്ങളെല്ലാം ഓരോ ശരീര പരിപാലന തുല്യമായി നിലനിർത്തി വരേണ്ടുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയുമൊക്കെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. ജനസഹസ്രങ്ങളുടെ മനസ്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരേ ഒരു ചിന്തയിലേക്ക്, വികാരത്തിലേക്ക്, വിചാരത്തിലേക്ക് ജാഗ്രതായി പ്രവേശിപ്പിക്കുന്ന ഒരു മുഖ്യധാര ആത്മീയത, അതാണ് ഏറ്റുമാനൂരപ്പൻ എന്ന മഹാദേവ സന്നിധിയുടെ പ്രത്യേകത. ഇവിടെ ദക്ഷിണാമൂർത്തിയും ശ്രീധർമ്മശാസ്താവും യക്ഷിയും ഗണപതിയും നാഗങ്ങളും അന്തിമഹാകാളനും ബാലഗോപാലമൂർത്തിയും പരിവാരങ്ങളും പാർവതി സമേതനായിരിക്കുന്ന അർദ്ധനാരീശ്വരനുമൊക്കെ ഈ പറഞ്ഞ ആത്മീയ ചൈതന്യത്തിന്റെ ഭാഗങ്ങളാണ്. യുഗയുഗാന്തരങ്ങളായി തേടി നടന്ന ഋഷിവര്യന്മാരുടെ അഥവാ മന്ത്രദ്രഷ്ടാക്കളാകുന്ന ഋഷികുലങ്ങളുടെയൊക്കെ ഉൾക്കാഴ്ചയോടുകൂടിയ സമർപ്പണമാണ് നാം ഇന്ന് ആരാധനകളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, അതുപോലെ തന്നെ നിത്യനിദാനാദി കർമ്മങ്ങളിലൂടെയൊക്കെ നിലനിർത്തി വരുന്ന ഇത്തരം പുണ്യസങ്കേതങ്ങൾ. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നിങ്ങനെയുള്ള മഹത്തായ ചൈതന്യവത്തായ വാക്കുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചൈതന്യത്തെ സ്വന്തം ജീവവായുവിലൂടെ ആവാഹിച്ച് ഒരു ശിലയിലേക്കോ ലോകസങ്കരത്തിലേക്കോ പ്രതിഷ്ഠിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് വന്ന് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത ഋഷിപരമ്പരകളുടെ ഉൾക്കാഴ്ചയാണ് നമുക്ക് ഓരോ ഭാരതീയ ക്ഷേത്രങ്ങളിലും ദർശിക്കുവാൻ സാധിക്കുന്നത്. സ്വകർമ്മങ്ങൾ കൊണ്ടും സ്വാധ്യായങ്ങൾ കൊണ്ടും നിത്യനിദാനാദികൾ കൊണ്ടും സമർപ്പണാദി പൂജാതി കർമ്മങ്ങൾ കൊണ്ടും അന്നദാനാദികൾ കൊണ്ടും ഉത്സവങ്ങൾ കൊണ്ടും ഓരോ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ചൈതന്യങ്ങളെ വർദ്ധമാനമായൊരു തലത്തിലേക്ക് ഉയർത്തിയിടുന്ന പ്രക്രിയ, അത് കേരളത്തിൻ്റെയും ഒപ്പം തന്നെ ഭാരതത്തിൻ്റെയും ക്ഷേത്ര സംവിധാനങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങളാണ്. അവയെ നിലനിർത്തി പോരുക എന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും കർത്തവ്യം. അപ്രകാരത്തിൽ നിലനിർത്തി വരുന്ന നിത്യനിദാനാദി കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ക്ഷേത്രത്തിലെ ആണ്ടുത്സവമാണ് തിരുവാതിര നക്ഷത്രം ആറാട്ടായി വരുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. ആ ഉത്സവത്തിന് 2026 ഫെബ്രുവരി 18 കൊടിയേറ്റം നടത്തി. ഇന്ന് 8-ാം ദിവസം. ആ 8-ാം ദിവസമാണ് ഉത്സവത്തിൻ്റെ മഹത്തായ മറ്റൊരു ഘട്ടം എന്ന് പറയാം. അതിനെ 7 പൊന്നാന ദർശനം എന്നാണ് ആ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത്. ആ ദർശന സൗഭാഗ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവിടെ ജനലക്ഷങ്ങൾ, ഭക്തഹൃദയങ്ങൾ. ഒരു നിമിഷാർദ്ധ നേരത്തേക്കെങ്കിലും ഒന്ന് കാണുവാനും
ആ ദർശനത്തിലൂടെ സകലതും ആ പാദങ്ങളിൽ സമർപ്പിക്കുവാനും അത്യധികം ഉദ്യോഗജനകമായ മാനസിക തലത്തോടുകൂടി അഥവാ മാനസിക അവസ്ഥയോടുകൂടി നിലകൊണ്ടിരുന്ന ഭക്ത സജ്ജനങ്ങളെ നിയന്ത്രിക്കുവാൻ പാടുപെടുന്ന ജീവനക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും നമുക്കിവിടെ കാണാം. കാരണം ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അഥവാ ശ്രീ ഏറ്റുമാനൂരപ്പൻ നൽകിയിട്ടുള്ള സംരക്ഷണ വലയം അഥവാ കവചം അത്രമാത്രം ബൃഹത്താണ്, സുരക്ഷിതത്വം നിറഞ്ഞതാണ്. അപ്രകാരത്തിൽ തിരുവുത്സവം എന്തുകൊണ്ടും വളരെയധികം പ്രശംസനീയവും പ്രസിദ്ധവും അതുപോലെ തന്നെ പ്രസക്തവുമായി തീരുന്നത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. നാം ഏതൊക്കെ ഭൂവിഭാഗങ്ങളിൽ എപ്രകാരത്തിലൊക്കെ താമസിച്ചാലും ജീവിച്ചാലും അവനവൻ്റെ ഉള്ളിലുള്ള പരമാത്മ സ്വരൂപത്തെ അതിൻ്റെതായ അർത്ഥതലത്തിൽ പരിപാലിക്കാതെ നാം എപ്രകാരത്തിൽ സുഖബോധം അനുഭവിച്ചാലും മതിവരികയില്ല, അഥവാ അർത്ഥമില്ല. അങ്ങനെ അർത്ഥവും വ്യാപ്തിയും അതിൻ്റെ ആഴവും പരപ്പും നമ്മെ ഒരുപോലെ സംയോജിപ്പിച്ച് നിലനിർത്തുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനമത്രേ ക്ഷേത്രം. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ പൂർവികർ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്ന് വിളിച്ചത്. ക്ഷയത്തിൽ നിന്ന് അഥവാ സർവനാശത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കി ഉയർത്തുവാനും ധർമ്മച്യുതിയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ധർമ്മം നിലനിർത്തുവാനുമൊക്കെ നമ്മെ പ്രാപ്തമാക്കുന്ന അനവധി മുഹൂർത്തങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വിലമതിക്കാനാവാത്ത, വർണ്ണിക്കാനാവാത്ത, അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായ ഒരു തലത്തിൽ ഇപ്പോൾ എല്ലാ ഭക്തജനങ്ങളും എത്തി നിൽക്കുന്നത്. പ്രധാന വ്യക്തിത്വങ്ങളും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ നഭോമണ്ഡലങ്ങളിൽ വിരാജിക്കുന്നവരുമായ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യത്തിൽ കാണാം നിരവധി പരിചിതമായ മുഖങ്ങൾ, രാഷ്ട്രീയ രംഗത്തുള്ള വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരിക തലത്തിൽ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിരാജിക്കുന്നവർ. അവരിലൊക്കെ തന്നെ ഈ ഒരു നിതാന്ത സ്വരൂപത്തെ കാണുവാനുള്ള വ്യഗ്രതയുണ്ട്. ഇവിടെ ഇതാ സ്ഥാനികളായ മഠത്തിൽ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രം ദേവസ്വം ജീവനക്കാരും ദേവസ്വം ഓഫീസേഴ്സും തുടങ്ങി രാഷ്ട്രീയ രംഗത്തുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുമെല്ലാം ഇവിടെ കാണിക്കയർപ്പിക്കുന്ന ആ ഒരു പ്രധാന ചടങ്ങ് നിർവഹിച്ചു തുടങ്ങി. ഇനി ഈ വലിയ കാണിക്ക അർപ്പിക്കുക എന്ന ആ ചടങ്ങ് തുടർന്നു കൊണ്ടേയിരിക്കും. അടുത്ത 2 ദിവസങ്ങളും പള്ളിവേട്ട ദിവസവും അതുപോലെ തന്നെ ആറാട്ട് ദിവസം വരെയും ഈ കാണിക്കയിടൽ ചടങ്ങ് നിർബാധം തുടർന്നു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഭഗവാൻ പഴുക്കാമണ്ഡപത്തിൽ അഥവാ ആസ്ഥാന മണ്ഡപത്തിൽ വന്ന് ഉപവിഷ്ടനായി ക്ഷേത്ര ആസ്ഥാന മണ്ഡപത്തിൻ്റെ നട തുറന്ന് ഭക്തർക്ക് ദർശനം നൽകി. അതിനുശേഷമുള്ള കാണിക്ക അർപ്പിക്കൽ ഇപ്പോൾ നടക്കുകയാണ്. ആ കാണിക്ക അർപ്പിക്കുന്നത് ആദ്യം ഈ ക്ഷേത്രം നിലവിൽ വരുന്നതിന് മുൻപ് ഭഗവാൻ എവിടെയാണോ ആരാധന ഏറ്റുവാങ്ങിയത് ആ മഠത്തിൽ കുടുംബാംഗങ്ങൾ എന്ന ഊരാള അല്ലെങ്കിൽ അവകാശികളായിട്ടുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ കാണിക്ക അർപ്പിച്ചു. അതിനുശേഷം ദേവസ്വം ജീവനക്കാര്, ക്ഷേത്രം ജീവനക്കാര്, അതുപോലെ തന്നെ മറ്റുള്ള പ്രധാനികളായ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെല്ലാം തന്നെ കാണിക്ക അർപ്പിക്കുന്നതിനായി എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ നിരവധി ഈ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ അഭിലാഷ് സാർ, അദ്ദേഹം കാണിക്ക അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാണിക്ക അർപ്പിച്ച് മടങ്ങിയതായി കാണുന്നു. ഇങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ, എല്ലാ രംഗത്തുമുള്ള പ്രശസ്തരായ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തി കാണിക്ക അർപ്പിക്കുന്നു. ഭഗവത് സന്നിധിയിൽ കാണിക്ക അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരക്ക് കൂട്ടലാണ് ഏറെ ഈ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.